നമ്മെ ശ്രദ്ധിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is attending to us. നമ്മെ വീക്ഷിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is looking us. നമ്മളെ പിന്തുടരുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is following us. നമ്മളെ ചിന്തകളെ വിശകലനം ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who examines our thoughts. നമ്മുടെ തീരുമാനങ്ങളെ ശ്രദ്ധിക്കുന്ന പരിശുദ്ധാത്മാവ്. There is a Holy Spirit who attends to our decisions. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. Glory to the name of God. ഇന്ന് നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. And we thank God for giving another opportunity to learn His scriptures. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. And we extend our gratitude and welcome to all those people who are watching us right now. വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. And tonight it is a wonderful and joyful day that the God has made. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്ന സമയത്തിൽ ഈ സമയം വരെ ലഭിക്കാത്തൊരു പ്രത്യേക സന്തോഷം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. If you check yourself right now, you can experience or understand or recognize a joy that you have not been experiencing for a while before. ദൈവവചനം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്ന സന്തോഷമാണത്. It is a joy that the Holy Spirit gives to His children as we were ready for His word. ഈ സമയം നമ്മൾ തിരഞ്ഞെടുത്ത വഴി വളരെ നല്ലത് എന്ന് ദൈവാത്മാവ് നമുക്ക് അനുവാദം നൽകുന്ന സമയമാണ്. And the Holy Spirit is giving you a label that you have chosen the right decision to come near to the word of God. ഇന്ന് കർത്താവ് നമ്മെ പണിത് അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമില്ല. And tonight there is no doubt regarding that the Holy Spirit will definitely build us. നമുക്ക് വചന പഠനത്തിനായി കടന്നു പോകാം. Let us go to the scriptures. വിശുദ്ധ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. When we check the books of Acts chapter 5 verse 2, it is written, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. and kept back part of the price, his wife also being privy to it, and bought a certain part and laid it at the apostles' feet. ഇരുമനസ്സുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത്. What we have read here is about two personalities. 1-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. What we can see here is a scenario that taken place in the 1st century. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഓഹരി വെക്കണം എന്നുള്ളത് അന്നത്തെ ഒരു വ്യവസ്ഥയായിരുന്നു. And it was a practice during that time to offer some offerings at the feet of apostles. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 36-37 വാക്യങ്ങൾ വായിക്കുമ്പോഴും ആ ഒരു ശീലം മറ്റു പലരും ചെയ്തു വന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. And when we check the same book of Acts chapter 4 verse 36 and 37, we can see some other people are doing the same. പ്രബോധനപുത്രന്മാർ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ പേർ വിളിച്ച കുപ്രദീപുകാരനുമായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു. It is written, and Joseph, who by the apostles was surnamed Barnabas, which is being interpreted son of exaltation, a Levite, a man of Cyprus by race, having a field, sold it and brought the money and laid it at the apostles' feet. അതൊരു ശീലമായിരുന്നു അവിടെ. And it was a habit there. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. Therefore there was no need to teach them again. സ്വന്തം വക സ്വന്തമായിട്ട് ആരും ഒന്നും കണക്കാക്കാതെ എല്ലാം പൊതുവക എന്ന് അവർ എണ്ണുന്നത് പ്രധാനമായിരുന്നു. And it was the time when people was having a mentality of counting their private properties as a public one. അവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് നിത്യത കരസ്ഥമാക്കണം എന്നുള്ളതായിരുന്നു. The most important goal in their life was to achieve a life in the eternity. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഭൗതിക അനുഗ്രഹങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. Therefore they were not giving a lot of importance to the blessings that they got in this earth. നിത്യതയ്ക്ക് അവർ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു. And it was an era where people was giving a lot of importance for eternity. ഇവിടെ ഭൂമിയിലുള്ള യാതൊരുവിധ സ്വാധീനങ്ങളും അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലായിരുന്നു. And no factors in the world couldn't suppress them. എല്ലാം അവർ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ടു. And for everything they depended God.
പക്ഷേ അനന്യാസും സബീറയും ഇത് കണ്ടപ്പോൾ നല്ലത് എന്നവർക്ക് മനസ്സിലായി. And when a person named Ananias and his wife Sapphira saw this, they felt it good. പക്ഷെ അവർ അത്രത്തോളം പരിശുദ്ധാത്മാവിന് പ്രാമുഖ്യം കൊടുക്കാത്ത ഒരു സാഹചര്യം കടന്നു വന്നു. But there came a situation in their life where they were not giving much importance Holy Spirit. പ്രബോധനപുത്രൻ എല്ലാം വിറ്റ് ദൈവസന്നിധിയിൽ വൽപ്പിച്ചപ്പോൾ അനന്യാസും സബീറയും എല്ലാം വിറ്റു, പക്ഷെ ഒരംശം മാത്രം ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നു. When Barnabas gave all his wealth as an offering to God's presence, but here Ananias and Sapphira got only a little for God. ഒരംശം ദൈവസഭയിൽ കൊണ്ടുവരാൻ മറന്നില്ല. But they didn't forget to bring a part to the God's presence. ഒരു തമാശ പറഞ്ഞോട്ടെ. Can I say some sarcasm? ഒരുപക്ഷെ ദൈവത്തിന് പൈസ എന്തിന് എന്നായിരിക്കാം ചിലപ്പോൾ ചിന്തിച്ചത്. Sometimes they might have thought about why God need money. അപ്പോസ്തലന്മാർക്ക് കാശ് എന്തിന് എന്ന് ചിലപ്പോൾ ചിന്തിച്ചായിരിക്കാം. Why does apostle need money? ഞങ്ങളെ പോലെയുള്ള സാധാരണ വ്യക്തികൾക്കല്ലേ കാശിൻ്റെ ആവശ്യം, ഇവർക്കൊന്നും പൈസയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വ്യവസ്ഥ തെറ്റിച്ച് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരാത്തത്. Because we ordinary people need the money, not them. They might have thought like this and they bring only a part. പക്ഷെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. They brought only a part, but it was a time that Holy Spirit was working very powerfully. ദൈവസഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. And Holy Spirit was the supermost power which was controlling every activities in the God's temple. അനന്യാസും സബീറയും നോക്കിയ സമയത്തിൽ പത്രോസ് മുൻപിൽ നിൽക്കുന്നു, കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്നു. When Ananias and Sapphira looked, they saw Peter standing in the temple of God, and there are some kind of people around. പരിശുദ്ധാത്മാവിനെ അവർ കാണുന്നില്ല. But they are not seeing Holy Spirit. പക്ഷെ പരിശുദ്ധാത്മാവായിരുന്നു സകലവും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. But the real fact is that Holy Spirit was controlling everything. അതുകൊണ്ട് തന്നെ ഒരു ജൽപ്പനം പോലെ ദൈവസഭയ്ക്കകത്ത് അവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. Hence, they were coming to the temple of God, praying and everything, just like some cultural practices. പരിശുദ്ധാത്മാവ് ഇടപെടേണ്ട സമയത്തിൽ അവിടെ ഇടപെട്ടു. But the Holy Spirit has interfered to the time when it was supposed to be. പരിശുദ്ധാത്മാവിനാൽ പത്രോസ് ചോദിച്ചു, ഇത്രക്കേ നിലമിറ്റുള്ളോ എന്ന് ചോദിച്ചു. And by the power of Holy Spirit, Peter has asked them, is there only this much? അവർ നിസ്സാരം പോലെ പറഞ്ഞു, ഇത്രക്കേ നിലമിറ്റുള്ളൂ എന്ന്. And without any tension they replied, yeah, there is only this much. പക്ഷെ പരിശുദ്ധാത്മാവിനോട് അവർ വ്യാജം കാണിച്ചു. But they were faking in the presence of God. അവർ പരിശുദ്ധാത്മാവിനോട് സത്യസന്ധമായിട്ടല്ല ഇടപെട്ടത്. But they were not honest in the way they interacted with the Holy Spirit. പരിശുദ്ധാത്മാവ് ശാസിക്കുകയല്ല, പരിശുദ്ധാത്മാവ് ശിക്ഷിച്ചു. Holy Spirit was not shouting against them, or not, there was not any kind of advice coming from him, but instead the Holy Spirit punished them. പത്രോസ് ചോദിച്ചു, പരിശുദ്ധാത്മാവിനോടാണോ വ്യാജം സംസാരിക്കുന്നത്? Peter asked to those people, are you faking to the Holy Spirit? പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിക്കരുത്. Because you are not supposed to fake yourself in front of the Holy Spirit. ആ പുരുഷൻ അവിടെ വീണ് മരിച്ചു. And there that man fell down and died. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്റെ ഭാര്യയായിരിക്കുന്ന സബീറ കടന്നു വന്നു. And after some time his wife Sapphira came to the temple. പത്രോസ് അതേ ചോദ്യം തന്നെ ചോദിച്ചു. And Peter asked the same question to her. ഇത്രയ്ക്ക് മാത്രമേ നിലമിറ്റുള്ളൂ? Have you got only a little? വിൽക്കുന്നതിന് മുൻപേ നിന്റെ വകയായിരുന്നു. Even before selling, the property belonged to you. വിറ്റതിന് ശേഷവും നിന്റെ വക തന്നെ. Even after selling also, it belonged to you. പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് എന്തിന്? But why did you fake to the Holy Spirit? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ട കാലുകൾ വാതിൽക്കലുണ്ട്. The feet of your husband who have been buried is at the gate of the temple. സബീറയും മരിച്ചുപോയി. And Sapphira also died. പരിശുദ്ധാത്മാവ് അതേ ശാസിക്കുക മാത്രമല്ല, The Holy Spirit not only correct, പരിശുദ്ധാത്മാവ് ശിക്ഷിക്കുകയും ചെയ്യും. He also punishes. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്റെ സ്നേഹം മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
We have always heard the love of Holy Spirit, പരിശുദ്ധാത്മാവ് നമ്മളെ സൗഖ്യമാക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. and we have heard about the healing power of Holy Spirit. പരിശുദ്ധാത്മാവ് സഭ പണിതനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. We have heard about the building of His church by the Holy Spirit. പരിശുദ്ധാത്മാവ് ചിലരെ മാനസാന്തരപ്പെടുത്തിയതായി കേട്ടിട്ടുണ്ട്. We have also heard about Holy Spirit transforming or making a repentance in many people. പരിശുദ്ധാത്മാവ് കൊടുത്ത ചില ദർശനങ്ങളെ കുറിച്ച് വെളിപ്പാടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. We have also heard about the revelations given by the Holy Spirit. പക്ഷേ പരിശുദ്ധാത്മാവ് ശിക്ഷിച്ചത് അധികമായി ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കാം. But you may not heard about the punishing nature of the Holy Spirit. അനന്യാസിനെയും സഫീറയും വ്യാജം കാണിച്ചത് മുഖാന്തരം അവരെ ശിക്ഷിച്ചു. As Ananias and Sapphira failed, they got punished. കർത്താവ് പാപത്തെ ശിക്ഷിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. Here we can see the Lord punishing sinner. ആദാമിനെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ചു. God has punished Adam and Eve. ആദ്യകാലത്ത് അവർ കഷ്ടമില്ലായിരുന്നു. പക്ഷെ എപ്പോൾ പാപം ചെയ്തോ ആ സമയം മുതൽ അവർ വേദനകളും കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നു. At the beginning, they were not having any suffering, but after they got committed to sin, they started suffering in their life. നോഹയുടെ കാലത്തിൽ കർത്താവ് ജനത്തെ ശിക്ഷിച്ചു. At the time of Noah, the Lord punished people. 40 രാവ് 40 പകലും ജലപ്രളയത്താൽ കർത്താവ് ശിക്ഷിച്ചു. The world was punished with 40 days and 40 nights with flood. പാപം ചെയ്ത സകല പേരെയും ശിക്ഷിച്ചു. Everybody those who committed sin was punished. ലോത്തിന്റെ കാലത്ത് സോദോം ഗൊമോറയെ ദൈവം ശിക്ഷിച്ചു. At the time of Lot, Lord punished Sodom and Gomorrah. ആ പ്രദേശത്തെ മുഴുവനും തീയും ഗന്ധകവും ഇറക്കി അവൻ ശിക്ഷിച്ചു. And that entire place was punished with fire. അബ്രഹാം വ്യവസ്ഥ തെറ്റിച്ച് യാഗം കഴിച്ചപ്പോൾ 400 സംവത്സരം അടുത്ത തലമുറയെ ശിക്ഷിച്ചു. When Abraham got wrong with the guidelines laid by God on how the worship or sacrifice to be taken, and for the entire 400 years, the next generation of people were cursed. പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. We have a God who punishes sin. ഉദാഹരണത്തിൽ അനന്യാസും സഫീറയും ദൈവസഭയോടുള്ള ബന്ധത്തിൽ വ്യവസ്ഥ തെറ്റിച്ചത് മുഖാന്തരം ശിക്ഷ ഏൽക്കേണ്ടി വന്നു. In the New Testament, we can see Ananias and Sapphira, they were got punished when they were having a wrong interaction with the temple of God. നമ്മെ ശ്രദ്ധിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is attending to us. നമ്മെ വീക്ഷിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is looking us. നമ്മളെ പിന്തുടരുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who is following us. നമ്മളെ ചിന്തകളെ വിശകലനം ചെയ്യുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who examines our thoughts. നമ്മുടെ തീരുമാനങ്ങളെ ശ്രദ്ധിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. There is a Holy Spirit who attends to our decisions. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലത് നല്ലതാകട്ടെ. Sometimes our decisions may be right. പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നു. The Holy Spirit rejoices there. നമ്മൾ എടുക്കുന്ന തീരുമാനം മോശപ്പെട്ടതാകട്ടെ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. If our decisions are wrong, then the Holy Spirit is grieving. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന അവസ്ഥയിൽ ആ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് എത്താം. We should get into a condition where the Holy Spirit always rejoices rather than grieving on us. ഒരു പുതിയ തീരുമാനം എടുക്കാൻ കഴിയുമോ? Can you take a new decision? സഭയോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരം? How is your interaction with the temple of God? അപ്പോസ്തലന്മാരോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരം? How is your relation with your apostle? നമ്മുടെ ശുശ്രൂഷയോടുള്ള ബന്ധം എപ്രകാരം? How is your approach towards the ministry of God? നമ്മുടെ ദൈവസന്നിധിയിലെ തീരുമാനങ്ങൾ നമ്മൾ എപ്രകാരം? How is your decisions that you have taken in connection with God? നമുക്ക് ഒരുമിച്ച് തീരുമാനമെടുക്കാം. Today, let us get together and take a new decision. കർത്തൃസന്നിധിയിൽ നമുക്ക് ശരണപ്പെടാം. Let us submit ourselves. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray in the presence of God. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യും. God will do a great thing for കർത്താവ് you. നിങ്ങളെ അനുഗ്രഹിക്കും. God will bless you.
നമുക്കൊരു പുതിയ തീരുമാനത്തിലേക്ക് കടന്നു പോകാം. Let us go to a new decision right now. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്നു മുതൽ വഴി നടത്തുകയാണ്. Holy Spirit is going to guide you from hereafter. പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി തെറ്റാതെ നിങ്ങളെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. And the Holy Spirit is looking to guide you in the right way forever. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray together. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും ദൈവമേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ കടന്നു വരുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾക്കാട്ട് കർത്താവെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹവും സമാധാനവും അങ്ങയുടെ അനുഗ്രഹവും കരുതലും കൃപയും അധികമായി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളോ ദോഷങ്ങളോ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ശാപങ്ങളോ ബന്ധനങ്ങളോ ഒന്നും കർത്താവേ നിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണുവയ്ക്കാതെ അങ്ങയുടെ സാമീപ്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അങ്ങയുടെ കൃപ കൊണ്ട് കരുതലിനെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുകയും വർദ്ധിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവിനോട് നല്ല മനസ്സാക്ഷിയുള്ളവരായി, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാതെ, പരിശുദ്ധാത്മാവിനോട് വ്യാജഭാവമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ഇവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ശിക്ഷകളിൽ നിന്ന് വിടുവിക്കണം, ശാസനങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവം അവരെ സ്നേഹത്താൽ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് നല്ല വഴി കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണം. വിപരീതമായുള്ളതെല്ലാം ഞങ്ങൾ ശാസിക്കുന്നു, തടസ്സങ്ങളെല്ലാം ശാസിക്കുന്നു. കൃപ കൂടെ ഇരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, Heavenly Father, we thank you for giving this great opportunity in your presence to hear your wonderful word, powerful word, to experience the greatness that you have inbuilt in the word. We believe that there is power in you, there is power in your word, and your word can transform our life. Lord, tonight we could learn your scripture that we should have a sincere and faithful interaction with God, where there is no faking, where there is no kind of manipulations. Let there be an honest and wonderful relationship with God. In case of our Lord, physical interactions as well as in our material needs as well as in our spiritual life, God, we believe that we can have a sincere interactive life with you, Jesus. Lord, we need your grace and your support and your power to have such a blessed life, Lord. Lord, bless us, strengthen us. Lord, we pray in Jesus' name. Thank you for hearing our prayer. Amen. Amen. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ്